ചികിത്സിക്കാൻ നല്ലൊരു ആശുപത്രി ഇല്ല എന്ന് പറഞ്ഞാണ് ഇടുക്കിക്ക് ഏറ്റവും ഒടുവിലൊരു മെഡിക്കൽ കോളേജ് അനുവദിച്ചത്. അങ്ങനെയാണ് എൻ്റെ പിന്നിൽ കാണുന്ന ഈ മെഡിക്കൽ കോളേജ് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇപ്പോഴും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ആവശ്യത്തിന് സ്റ്റാഫ് പാറ്റേൺ ഇല്ല, ഡോക്ടർമാരില്ല, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിൻ്റെ അംഗീകാരം പോലും നഷ്ടപ്പെടും എന്ന ആശങ്കയിലാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ. 2014 ഇടുക്കി മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നത്. ആദ്യ വർഷം മെഡിക്കൽ പ്രവേശനം സാധ്യമായി. പിന്നീട് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ നാഷണൽ മെഡിക്കൽ കൗൺസിൽ അംഗീകാരം റദ്ദാക്കി. 2022 ഇത് തിരികെ ലഭിക്കുന്നത്. അപ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്നത് മെഡിക്കൽ കോളേജിന്റെ തലയ്ക്ക് മുകളിൽ ഡെമോക്ലസിന്റെ വാള് പോലെ തൂങ്ങിക്കിടക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഓക്സിജൻ പ്ലാന്റ് പ്രവർത്തനം ആരംഭിക്കാത്തതാണ് പ്രശ്നം. 2 വർഷം മുമ്പാണ് ഇടുക്കി മെഡിക്കൽ കോളേജിനായി ഇവിടെ ലിക്വിഡ് മെഡിക്കൽ ഓക്സിജൻ ടാങ്ക് സ്ഥാപിക്കുന്നത്. ദ്രവരൂപത്തിലുള്ള ഓക്സിജൻ ഇവിടെ എത്തിച്ച് ഇവിടെ തന്നെ ഓക്സിജൻ നിർമ്മിക്കുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ 2 വർഷം കഴിഞ്ഞിട്ടും ഇത് യാഥാർത്ഥ്യമായില്ല. ഇങ്ങോട്ടേക്ക് വലിയ ലോറിയിൽ ഓക്സിജൻ എത്തിക്കുന്നതിനുള്ള നല്ല റോഡില്ല എന്നുള്ളതാണ് ഇതിന് പ്രധാന തടസ്സം. കോഴിക്കോട് ആസ്ഥാനമായുള്ള കമ്പനിയാണ് ഈ പ്ലാന്റ് ഇവിടെ സ്ഥാപിച്ചത്. പ്ലാന്റ് പ്രവർത്തന സജ്ജമായില്ലെങ്കിൽ അംഗീകാരം നഷ്ടമാകുമെന്ന് ഈ കമ്പനി മെഡിക്കൽ കോളേജ് അധികൃതരെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. ലിക്വിഡ് കൊണ്ടുവരാൻ കയറാനുള്ള വഴി പോലും നിർമ്മിക്കാം, 100 മീറ്റർ. അതിന് പോലും ഒരു സംവിധാനമില്ല. ഒരു ഫണ്ട് അനുവദിക്കുന്നു, പോകുന്നു. അതെന്ത് ചെയ്തു? ഫണ്ട് അനുവദിച്ചോ? അത് നടന്നോ? ജനങ്ങൾക്ക് ഗുണമുണ്ടോ? ഇവിടുത്തെ രോഗികളൊക്കെ ഇപ്പം മറ്റ് സ്വകാര്യ ആശുപത്രിയിലും മറ്റ് മെഡിക്കൽ കോളേജിലും ഒക്കെ പോകേണ്ട, മറ്റ് ജില്ലയിലും മെഡിക്കൽ കോളേജിലൊക്കെ പോകേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ പുറമേ നിന്ന് ഓക്സിജൻ എത്തിച്ചാണ് മെഡിക്കൽ കോളേജിൽ ഉപയോഗിക്കുന്നത്. കോവിഡ് കാലത്തെ പോലെ ഓക്സിജൻ ക്ഷാമമുണ്ടായാൽ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം പോലും തടസ്സപ്പെട്ടേക്കാം. ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.